സ്വാഗത ഭാഷക ഒരു മഹല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. മഹല്ല് സംവിധാനത്തിൻ്റെ കീഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഏറ്റവും നന്നായി നോക്കിക്കാണാവുന്ന വിധത്തിൽ സദസ്സിനും വളരെ വ്യക്തമായി വിവരിച്ചു തരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ പ്രമേയത്തിൻ്റെ ക്യാപ്ഷനായിട്ട് വെച്ചിട്ടുള്ള ഭാഗത്തിനെ ഉദ്ദേശിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകട്ടെ എന്ന ഒരു പ്രമേയത്തിൽ ഊന്നിക്കൊണ്ട് ഉദയമംഗലം മഹല്ല് കമ്മിറ്റി നടത്തുന്ന ഈ പരിപാടിയിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഏതെല്ലാം വിധത്തിലുള്ള ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ്. മനുഷ്യൻ വെക്കുന്ന ബന്ധങ്ങളുണ്ട്. അതിലൊന്ന് അള്ളാഹുമായിട്ടുള്ള ബന്ധം, രണ്ട് മനുഷ്യനും തമ്മിലുള്ള ബന്ധം, മൂന്ന് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം. ഈ മൂന്ന് ബന്ധങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ, സാമൂഹ്യ ജീവിയായിട്ടുള്ള മനുഷ്യൻ ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങളിൽ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിൽ കുറച്ചുകൂടിയും ഒന്ന് സൂചിപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത്. ഒരു ഉപ്പ ഒരു ഉമ്മ കൂടിച്ചേർന്ന്, അതായത് രണ്ട് വ്യക്തികൾ, പരസ്പരം അറിയാത്ത രണ്ട് വ്യക്തികൾ വിവാഹം ചെയ്ത ശേഷം ഒന്നിച്ച് താമസിക്കുകയും അങ്ങനെ അവരുടെ ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു ഊഷ്മളമായിട്ടുള്ള ബന്ധത്തിനെ പറയുമ്പം നമ്മൾ ആലോചിക്കേണ്ടത് വിവാഹം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല, ഒരു തമാശയല്ല. എന്നാൽ വിവാഹ ജീവിതത്തിന് റിഹേഴ്സലുണ്ടോ എന്ന് ചോദിക്കുമ്പം റിഹേഴ്സലുകളില്ലാത്ത ഒന്ന് തന്നെയാണ് വിവാഹ ജീവിതം എന്നുള്ളതും, മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം, അതായത് 20 വയസ്സ് വരെയുള്ള കാലഘട്ടം ഉമ്മയോടൊപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ, ഉപ്പയോടൊപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ 20 മുതൽ 60-70 മരിക്കുന്നത് വരെയുള്ള കാലഘട്ടം ജീവിക്കുന്നത് വലിയൊരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവായി ഒരു സാമൂഹിക ജീവിതത്തിലാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം ആരംഭിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? ആർക്കു വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്? എന്താണ് വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നറിയാതെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നവലിബറലിസത്തിൻ്റെ വക്താക്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ എല്ലാം സ്വതന്ത്ര ജീവിതമായി മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ ഒക്ടോബർ 23 ചൈനീസ് പ്രസിഡന്റ് വിമൻസ് കോൺഫറൻസിൽ വെച്ച് പ്രസ്താവിച്ച പ്രസ്താവന നമ്മൾ മുഴുവൻ വായിച്ചു മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്ന ചൈന ഇന്ന് അവരുടെ സ്ഥാനത്തിൽ വന്ന മാറ്റവും കാര്യങ്ങളും വെച്ച് സംസാരിക്കുമ്പം അദ്ദേഹം നടത്തിയാണ് യുവതി-യുവാക്കൾ വിവാഹത്തിന് സന്നദ്ധരാവണം. രണ്ടാമത്തെ കാര്യമായി സൂചിപ്പിക്കുന്നത് കുട്ടികളുണ്ടാക്കാൻ ഇണകളെ പ്രോത്സാഹിപ്പിക്കണം. 3 കുടുംബത്തിൻ്റെ പ്രാധാന്യം യുവതലമുറയെ ബോധ്യപ്പെടുത്തണം. 4 വയോധികരെ പരിചരിക്കാൻ കുടുംബത്തിൽ സംവിധാനമുണ്ടാകണം. 5 ലോകത്തിലെ ഇത്രയും 4 കാര്യങ്ങളാണ് അവർ പ്രസ്താവിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ അറിയണം, 1979 മുതൽ ഒറ്റക്കുട്ടി നയം പാസാക്കപ്പെട്ട ഒരു വിശാല രാജ്യമായിരുന്നു ചൈന എന്ന് പറയുന്നത്. ഈ ചൈനയിൽ രണ്ടാമതായി ഒരു കുട്ടി പിറന്നു വീണെങ്കിൽ ആ കുട്ടിക്ക് പിഴയായി അടക്കേണ്ട തുക എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയായിരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, യഥാർത്ഥത്തിൽ 1979 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ 40 കോടി ജനങ്ങളുടെ ജനനത്തിനെ തടയാൻ ഈ രാജ്യത്തിന് സാധ്യമായിട്ടുണ്ട് എന്ന് വിപ്ലവത്തിനെ വിളിച്ച് പ്രസ്താവിച്ചൊരു രാജ്യം ഇന്ന് മാലോകർക്ക് മുന്നിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി പ്രസവിക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, കുടുംബമുണ്ടാക്കണം എന്ന് പറയുന്ന ഒരു പുതിയ സാഹചര്യത്തിനെ കണ്ടുകൊണ്ടാണ് ഇന്നിവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അഭിമാനത്തോടു കൂടിയിട്ട് ഇസ്ലാമിൻ്റെ സന്ദേശത്തിനെ, ഇസ്ലാമിൻ്റെ രീതിയെ, കുടുംബ സംവിധാനത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തിനാണ് നമ്മൾ വിവാഹം എന്ന് പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇത് ദൈവീകമായിട്ടുള്ള കൽപ്പനയാണ് വിവാഹം എന്ന് പറയുന്നത്.
ഒരാളെ ഇഷ്ടപ്പെട്ടു ജീവിക്കുക എന്നതിലപ്പുറം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വമിൻ ആയാതിയൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. വലിയൊരു ദൈവീകമായ ദൃഷ്ടാന്തമുണ്ട്. രണ്ട് കുടുംബത്തില്, രണ്ട് സാഹചര്യത്തില്, രണ്ട് ചുറ്റുപാടുകളില്, രണ്ട് ഉമ്മ ബാപ്പമാർ വളർത്തിയ രണ്ട് മക്കൾ, രണ്ടുപേർ ചെന്ന് ഒരു കുടുംബജീവിതത്തിലേക്ക് എത്തിപ്പെടുന്നതിന് ഇത് കാണിക്കുന്നതും പറയുന്നതും യഥാർത്ഥത്തിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പം പറയുന്നത് നിങ്ങൾക്ക് സമാധാനം അടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ നമ്മുടെ അഡോളസന്റ് പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരു 13 വയസ്സ് മുതലുള്ള 22 വയസ്സ് വരെയുള്ള അവരുടെ ശാരീരിക വളർച്ചയെ ശ്രദ്ധിക്കുന്നവരാണ് ഞാനും നിങ്ങളുമാകുന്ന ഉമ്മമാർ എന്ന് പറയുന്നത്. 13 വയസ്സു മുതൽ അല്ലെങ്കിൽ 10 വയസ്സു മുതൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ആർത്തവം ആരംഭിക്കുന്നത് മുതൽ ആൺകുട്ടികൾക്ക് മീശയും താടിയും രോമങ്ങൾ വളർന്നു വരുന്ന ശാരീരിക വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങുന്നത് മുതൽ ആണിന് പെണ്ണിനോടും പെണ്ണിനോടൊരു ഇഷ്ടവും തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾക്ക് പരസ്പരം ഇണചേരാൻ, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെടാൻ, നിങ്ങൾക്ക് കുടുംബമായി ജീവിക്കാൻ ആവശ്യമാകുന്ന സംവിധാനം നൽകിയിരിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് അത് വിവാഹത്തിലൂടെ മാത്രമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളിലാണ് സ്ത്രീയുടെ ഹോർമോണായിട്ടുള്ള ഈസ്ട്രജനും പുരുഷന്റെ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് ശാസ്ത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ജീവിത വിശുദ്ധി നിലനിർത്തണം. ആർക്ക്? ആരിലൂടെ? കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ പ്രാപിക്കുക എന്ന് പറയുന്നത്, കാണുന്ന പുരുഷനെയൊക്കെ പ്രാപിക്കുക എന്ന് പറയുന്നത് മൃഗങ്ങളിൽ സാധ്യമാണ് എന്നുള്ളതാണ്. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത് വിശേഷ ബുദ്ധിയാണ്. ആ വിശേഷ ബുദ്ധിയുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ജീവിത വിശുദ്ധി നിലനിർത്താൻ ആർക്ക് സാധ്യമാകണം? മനുഷ്യർക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, മാതൃത്വ പിതൃത്വ വികാരങ്ങൾ വിവാഹത്തിലൂടെ മനുഷ്യന് ലഭിക്കേണ്ടതാണ്. ഉമ്മയാകാനുള്ള ആഗ്രഹം, ഉപ്പയാകാനുള്ള ആഗ്രഹം, അത് നമ്മൾ കുഞ്ഞുനാളിലെ നമ്മുടെ കുഞ്ഞു മക്കളെ ശ്രദ്ധിച്ചാൽ തന്നെ കാണാൻ സാധ്യമാകുന്ന ഒരു പ്രക്രിയയാണ്. കുഞ്ഞുങ്ങളുടെ സംസാരങ്ങൾ, നമ്മളിപ്പോൾ ഉമ്മയായി അഭിനയിക്കുന്നത് പോലെ ഉമ്മയായി കളിക്കുന്നത്, അതുപോലെ മണ്ണപ്പം ചുട്ട് കളിക്കുന്നത്, അവർ ആൺകുട്ടികൾ കുറച്ച് സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഇത് പ്രകൃതത്തിൻ്റെ ഭാഗമാണ്, ശാരീരിക പ്രകൃതിയുടെ ഭാഗമാണ്. മനുഷ്യൻ വലുതാകും തോറും അവൻ ആഗ്രഹിക്കുന്നത് മാതൃത്വ പിതൃത്വ വികാരങ്ങളുള്ള മനുഷ്യരായി മാറുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 60ഉം 70ഉം കഴിഞ്ഞിട്ടുള്ള പ്രവാചകന്മാർ പോലും പ്രാർത്ഥിച്ചത് റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. ഒരു പിൻതലമുറ ഉണ്ടാകേണ്ടതില്ലേ നമുക്ക്? എനിക്ക് ശേഷം ആര് എന്ന് ചിന്തിക്കുമ്പം, എൻ്റെ സ്വത്തിന് ഒരവകാശി ആര് എന്ന് ചിന്തിക്കുമ്പോൾ മതം പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിൻ്റെ സ്വത്തവകാശങ്ങളുമായി ബന്ധപ്പെട്ട രീതികൾ വരെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം മാതൃത്വ പിതൃത്വ വികാരങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും എന്ത് പറ്റുന്നുണ്ട്? വിവാഹ ജീവിതത്തിലൂടെ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒറ്റപ്പെടലിൽ നിന്നുള്ളൊരു മോചനം. ഒരാൾ ഒറ്റയ്ക്കിരിക്കുന്ന ഒരവസ്ഥ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഇണയായി തുണയായി സംസാരിക്കാനും പറയാനും സ്നേഹിക്കാനും തലോടാനും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൗജ് എന്ന വാക്കിന് ഇണ എന്നുള്ള അർത്ഥം പ്രയോഗിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇണയായി കഴിയാനുള്ള ഒരാഗ്രഹം ഇതും മതം മനുഷ്യന് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മീസ്വാക്കൻ ഖലീല, ബലിഷ്ഠമായ കരാറിൻ്റെ പേരിലാണ് ഒരാൾ വിവാഹം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ സന്താനങ്ങളുടെ സംരക്ഷണവും ഏതിലൂടെയാണ് സാധ്യമാകുക? കുടുംബത്തിലൂടെയാണ് മനുഷ്യർക്ക് സാധ്യമാകുക എന്നുള്ളതാണ്. അതായത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, മുലയൂട്ടുക, ഗർഭം ധരിക്കുക, ഇതുപോലെ എല്ലാ പ്രക്രിയകളും നടക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ വളരുന്നതും അവൻ്റെ ജനനവും മരണവും അവൻ്റെ സംസാരവും സംസ്കാരവും നടത്തവും ഇരുത്തവും ശീലങ്ങളും സ്വഭാവങ്ങളും ഒക്കെ പഠിച്ചെടുക്കുന്നത് കുടുംബത്തിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ കുഞ്ഞിന് ശിക്ഷണശീലങ്ങൾ ആവശ്യമുണ്ട്. ഹിറ്റ്ലർ
അദ്ദേഹത്തിൻ്റെ രാജ്യഭരണ കാലഘട്ടത്തിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് 10,000-കണക്കിന് ആ രാജ്യത്തിലെ സുന്ദരന്മാരെ വിവാഹം ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. നല്ല കാണാൻ ഭംഗിയുള്ള മനുഷ്യരെ, ആണിനെയും പെണ്ണിനെയും കല്യാണം കഴിപ്പിച്ചു. ആ കല്യാണം കഴിപ്പിച്ചവരിൽ നല്ല സുന്ദരന്മാരായ മക്കളുണ്ടാക്കി. ആ മക്കളെ മാതാക്കളിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് പ്രത്യേകമായിട്ടുള്ള നഴ്സറി സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ അങ്ങടത്തേക്ക് മാത്രമാക്കി മാറ്റി. അമ്മയെ കാണുന്നില്ല, അച്ഛനെ കാണുന്നില്ല. അങ്ങനെ വളർന്ന 10,000-കണക്കിന് മക്കൾ ഹിറ്റ്ലറിൻ്റെ രാജ്യത്തുണ്ടായിരുന്നു എന്നുള്ളത്, ജർമ്മനിയിലുണ്ടായിരുന്നു. അചേതനമായ, പ്രതികരണമില്ലാത്ത, സംസ്കാരിക്കാൻ കഴിയാത്ത, സ്നേഹം എന്തെന്നറിയാത്ത മക്കൾ, അതൊരു ഉദാഹരണമായി നമ്മൾ പഠിച്ചെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഒരു കുടുംബ സംവിധാനത്തിൽ എന്ന് പറയുമ്പം കുട്ടികൾ ജനിച്ചു വീഴുന്നതിനനുസരിച്ച് അവന് നല്ല പേര് നൽകണം, ശാരീരിക വളർച്ചയ്ക്കാവശ്യമായ ഭക്ഷണ പോഷക വസ്തുക്കൾ നൽകേണ്ടതുണ്ട്, അതുപോലെ തന്നെ മാനസികവും ആത്മീയവുമായിട്ടുള്ള വിദ്യാഭ്യാസങ്ങൾ ആ കുഞ്ഞിന് നൽകേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുന്ന യഥാർത്ഥ ദൗത്യമാണ് മതം മനുഷ്യർക്ക് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എഴുത്തുവായനകൾ പഠിപ്പിക്കുക, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, സമയാസമയങ്ങളിൽ അവന് സമയമായി കഴിഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുക്കുക എന്ന ദൗത്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അറിയണം, ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിൽ യഥാർത്ഥത്തിൽ ആരാധന കർമാനുഷ്ഠാന കാര്യങ്ങളെ വളരെ വ്യക്തമായി ഒന്നും വിശദീകരിച്ചിട്ടില്ല. അതേ സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ ആരെ വിവാഹം കഴിക്കണം, ആരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. മഹർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, മഹറിൻ്റെ അവകാശം എങ്ങനെയാണ് സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, മക്കളുടെ ശീലങ്ങളും സ്വഭാവങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ട ജീവിത രീതിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു സ്ത്രീയെ ബഹുമാനിക്കേണ്ടതും പ്രായം ചെന്ന മാതാപിതാക്കളെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സംവിധാനം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു മഹത്തരമായിട്ടുള്ള ഗ്രന്ഥം, ഏറ്റവും പരിശുദ്ധമായ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടായിട്ടും നമ്മുടെ മക്കൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സഹാബ വനിതയായിട്ടുള്ള സ്ത്രീകൾ വിവാഹത്തിന് മക്കളെ ഒരുക്കുമ്പം നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹത്തിന് ഒരുക്കാറുണ്ട്, പ്രാപ്തരാക്കാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. മക്കളെ ഏത് ഡ്രസ്സാണ് വേണ്ടത്, ഏത് ജ്വല്ലറിയിൽ പോയിട്ടാണ് ആഭരണം വാങ്ങേണ്ടത്, ആരൊക്കെയാണ് വിവാഹത്തിന് ക്ഷണിക്കേണ്ടത്, മെഹന്തി ഫെസ്റ്റ് വേണോ, കാശ്മീരി കല്യാണം വേണോ, അല്ലെങ്കിൽ മറ്റ് അറേബ്യൻ കല്യാണം വേണോ എന്നുള്ള ഈ അടുത്താണ് കല്യാണത്തിൻ്റെ ആർഭാടവും ധൂർത്തുമായി ബന്ധപ്പെട്ട് ടാക്സ് വരുന്ന രീതിയിലേക്ക് വരെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്ന സമകാലിക പശ്ചാത്തലത്തിൽ സഹാബ വനിതകളെ എങ്ങനെയായിരുന്നു മക്കളെ വിവാഹ രംഗത്തേക്ക് പറഞ്ഞയച്ചിരുന്നത് എന്നുള്ളത് ഞാനും നിങ്ങളുമാകുന്ന ഉമ്മമാർ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഹാരിസ് രാജാവിൻ്റെ പത്നി ഉമാമ, ഈ ഉമാമ അവളുടെ മകള് ഉമ്മു ഇയാസിനെ വിവാഹം ചെയ്തിട്ട് കിന്ദ രാജാവായിട്ടുള്ള അമ്രിന് വിവാഹം ചെയ്തു കൊടുക്കാൻ പോവുകയാണ്. ആ വിവാഹം ചെയ്ത് കൊടുക്കാൻ പോകുമ്പോൾ ബാപ്പയുടെ കീഴിൽ വളരുന്ന ഒരു പെൺകുട്ടി, 18 വയസ്സ് വരെ ഒരു പെൺകുട്ടി കുടുംബജീവിതത്തിൽ വളരുമ്പം നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ഈ പെൺകുട്ടിയെ വേരെടുത്ത് പിഴുതെടുത്ത് വെക്കുമ്പം അവൾക്കൊന്നും സംഭവിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് ഏതൊരു ഉമ്മയ്ക്കും ഏതൊരു ഉപ്പയ്ക്കും കുടുംബജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് സ്നേഹനിധിയായ തൻ്റെ മകളെ ഒരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉപദേശിക്കാൻ പറ്റുന്ന ഉപദേശ രീതിയെക്കുറിച്ച് ആ ഉമ്മ മനസ്സിലാക്കിയത് നമ്മളൊന്ന് ആഴത്തിലിരുന്ന് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മകളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എങ്ങനെയാണ്, കുഞ്ഞുമോളെ ഒരു നല്ല സ്വഭാവവും നല്ല മര്യാദയുമുള്ളവളാണ് നീ എങ്കിൽ ഒരു ഉപദേശത്തിന് ആവശ്യമില്ലെങ്കിൽ നീ ഒരു ഉപദേശത്തിന് ആവശ്യമില്ലാത്ത വിധം ഉത്കൃഷ്ടയാണ്. പറയുന്നത് എന്താണെന്നറിയോ, മോളെ, ഉമ്മൻ്റെ പൊന്നു മോളെ, നീ എല്ലാത്തിനും നല്ല ഒരു മോളാണ് എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉമ്മയായ എനിക്കുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ് എന്നുള്ളത് മോളോട് മുഖത്തോട് നോക്കിയിട്ട് ഒരു ഉമ്മ പറയാണ്. രണ്ടാമത് ആ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത്, ഒരു മകൾക്ക് സമ്പന്നയായിട്ടുള്ള ബാപ്പയും സമ്പന്നയായിട്ടുള്ള ഉമ്മയും ഉള്ളത് കൊണ്ട് ഒരു ഭർത്താവിൻ്റെ ആവശ്യമില്ലെങ്കിൽ നീ ഒരു ഭർത്താവിൻ്റെ വേണ്ടാത്തവളാണ് എന്ന് ഈ ഉമ്മയ്ക്കറിയാം.
ഭർത്താവിന് ആവശ്യമില്ല എന്നുള്ളത് ഉമ്മയ്ക്കറിയാം. പക്ഷേ സ്ത്രീകളെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും പുരുഷന്മാരെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുമാണ് സൃഷ്ടിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻ്റെ കരളിൻ്റെ കഷ്ണത്തിനോട് നീ ഈ വിട്ടുപോകുന്ന പരിസ്ഥിതിയെക്കുറിച്ച്, നീ ഓടിച്ചാടിയ മൈതാനത്തിനെ കുറിച്ച്, നീ ആർത്തുല്ലസിച്ച ഒരുപാട് സുഹൃത്തുക്കളെ വിട്ടുപോകുമ്പോൾ ഉമ്മൻ്റെ കരളിനോട് ചില ഉപദേശങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 10 ഉപദേശങ്ങളാണ് ഒരു ഉമ്മ സ്വന്തം മകളെ മാറോട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞത്. ഇനി വെറുതെ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ വീട്ടിൽ എത്ര വിവാഹം നടന്നിട്ടുണ്ട്, നമ്മൾ എത്ര മരുമക്കളെ പറഞ്ഞയച്ചിട്ടുണ്ട്, നമ്മൾ എത്ര പേരെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ വിവാഹത്തിനുള്ള ആർഭാടത്തിനുള്ള കണക്കും അതുപോലെ ഭക്ഷണ വിഭവങ്ങളും ഒരുക്കുന്നിടത്ത് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാനൊരുങ്ങുന്ന ഒരു ഭാര്യയ്ക്ക് പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലൂടെ എന്തുപദേശമാണ് ഒരു ഉമ്മ നൽകിയത് എന്നുള്ളത് നമുക്ക് സൂചിപ്പിച്ചെടുക്കാം. 1, കിട്ടിയതിൽ സംതൃപ്തിയടഞ്ഞ് അദ്ദേഹത്തിനുമൊത്ത് കഴിയുക എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് മുഴുവൻ ലഭിച്ചു കൊള്ളണമെന്നില്ല. പ്രതീക്ഷയുള്ളവരാണ് മനുഷ്യരെന്ന് പറയുന്നത്. ആൺകുട്ടിയും പെൺകുട്ടിയും വിവാഹ ജീവിതത്തിൽ പലതും ആഗ്രഹിക്കുന്നുണ്ട്. ഒരാൺകുട്ടി വിവാഹം കഴിക്കുമ്പം ആഗ്രഹിക്കുന്നത് എൻ്റെ ഉമ്മ എന്നെ എങ്ങനെയാണോ വളർത്തിയിരിക്കുന്നത് അതുപോലെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പം ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് എൻ്റെ ബാപ്പ എന്നെ എങ്ങനെയാണോ വളർത്തിയിരിക്കുന്നത് അതുപോലെ സ്നേഹവും തണലും തലോടലും നൽകുന്ന ഒരു ഭർത്താവായിരിക്കണം എനിക്ക് വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഈ മകളോട് ഉമ്മ പറഞ്ഞത് കിട്ടിയതിൽ സംതൃപ്തി അടയുക. 10 കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ കിട്ടിക്കൊള്ളുന്നില്ല. സ്നേഹമുണ്ടായിരിക്കണം, പരിഗണന നൽകിയിരിക്കണം, ആത്മവിശ്വാസം നൽകിയിരിക്കണം, പ്രതീക്ഷ നൽകുന്നവനായിരിക്കണം. ഇതൊക്കെ ആഗ്രഹങ്ങളാണ്. മതഭക്തിയുള്ളവനായിരിക്കണം എന്നുള്ളതൊക്കെ ആഗ്രഹങ്ങളാണ്. എങ്കിലും തവക്കൽതു അലല്ലാഹ്, അതായത് ഇത് റബ്ബിന്റെ ഖലാ ആയിരുന്നു, ഇങ്ങനെ ഒന്ന് കൂടിച്ചേരുക എന്ന് പറഞ്ഞത് സഹിക്കലല്ല ക്ഷമിക്കലാണ് മതത്തിന്റെ ഉപദേശം എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ നേട്ടം അനുസരിച്ച് അദ്ദേഹത്തിനോട് പെരുമാറുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു കോട്ടവും വരാത്ത വിധത്തിൽ അദ്ദേഹം ഒരു പുരുഷനാണ്. പുരുഷൻ എന്ന് പറയുന്നത് മേധാവിത്വ സ്വഭാവമുള്ളവനാണ് എന്നല്ല. അരിജാൽ എന്ന് പറയുന്നത് കവ്വാമൂൻ എന്ന് പറയുന്നത് അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേതൃത്വ സ്ഥാനം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? പുരുഷനും സ്ത്രീയും വ്യത്യസ്തമാണ്. വെറുതെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അരിജാൽ എന്ന് പറയുന്നത് പുരുഷനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ആകാരം, ശരീരശക്തി അവൻ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. എവിടെ കയറാനും എവിടെ ഓടാനും എവിടെ ചാടാനും അറിയാൻ പറ്റുന്ന ശാരീരിക പ്രകൃതിയാണ് ആർക്ക് അല്ലാഹു നൽകിയത്? പുരുഷന് അല്ലാഹു നൽകിയിരിക്കുന്നത്. എന്നാൽ പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിരിക്കുന്ന പ്രകൃതം എന്ന് പറഞ്ഞത് എന്താണ്? ലോലമായിട്ടുള്ള അവളുടെ ശരീരമാണ്, മിനുസമാണ് അവളുടെ ശരീരം. അതുപോലെ തന്നെ ഗർഭം ധരിക്കുക, പ്രസവിക്കുക, മുലയൂട്ടുക, കുഞ്ഞുങ്ങളെ നോക്കുക, ഈ ഗൃഹപരിപാലനം നടത്തുക എന്ന് പറയുന്ന പ്രക്രിയ പുരുഷനേക്കാളും അധികം സാധിക്കുന്നത് ഇത് സ്ത്രീകൾക്കാണ് എന്നറിയാം. കാരണം ഗർഭവും പ്രസവവും മുലയൂട്ടലൊന്നും പുരുഷന് സാധ്യമല്ലാത്ത സംഗതികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഭാര്യയായിട്ട് പെരുമാറാൻ നീ പഠിക്കുക എന്നതാണ് രണ്ടാമത് ഈ ഉമ്മ മോളോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത്. മൂന്നാമത് അദ്ദേഹത്തിൻ്റെ കണ്ണെത്തുന്ന ഇടങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം എന്ന് പറയുന്നത് 2 മനുഷ്യരാണ്, 2 പ്രകൃതക്കാരാണ്. നമ്മൾ അറിയണം, പുരുഷൻ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കോപത്തിന് വ്യത്യാസ രീതികളുണ്ട്. അതുകൊണ്ടാണ് ഫാത്തിമ ബിവിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പം അള്ളാഹുവിൻ്റെ പ്രവാചകര് അലി റളിയല്ലാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞത് എൻ്റെ കരളിൻ്റെ കഷ്ടത്തിനെയാണ് കയ്യിലേക്ക് ഏൽപ്പിച്ചിരുന്നത്, സൂക്ഷിക്കണേ എന്നുള്ളതാണ്. നീ ദേഷ്യം വരുന്നത് സൂക്ഷിക്കണേ, നീ ദേഷ്യം വരുന്നത് സൂക്ഷിക്കണേ എന്ന രീതിയിലാണ് ആരോട് സംസാരിച്ചിട്ടുള്ളത്? അലി റളിയല്ലാഹുവിനോട് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു പുരുഷന്റെ കണ്ണെത്തുന്ന ദൂരത്ത് എന്തെല്ലാം അനിഷ്ടകരമായി തോന്നുന്ന സംഗതികളുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് മൂന്നാമതായി ഈ മോളോട് ഉപദേശിക്കുന്നത്. നാലാമതായി ഈ മോളോട് പറയുന്നത് നിന്നിൽ ചീത്തയായ ഒന്നും അദ്ദേഹം കാണാൻ ഇടയാകരുത്. അദ്ദേഹത്തിന്റെ ഭക്ഷണ സമയം ശരിക്കും അറിയുക എന്നുള്ളതാണ്. 5, അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിന് ഭംഗം സൃഷ്ടിക്കരുത്. കാരണം വിശപ്പിൻ്റെ ചൂട് ജ്വാലയുയർത്തുകയും ഉറക്കത്തിൻ്റെ ശല്യം ചെയ്തു കഴിഞ്ഞാൽ ദേഷ്യം അദ്ദേഹത്തിന് വരും എന്നുള്ളത് നീ മനസ്സിലാക്കുക എന്നുള്ളതാണ്. 6,
അദ്ദേഹം വ്യാകുല ചിത്തനാകുന്ന സമയത്ത് നീ സന്തോഷവതിയാകരുത്. നിങ്ങൾ ആലോചിച്ചോക്കോ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇറാ ഗുഹയിൽ നിന്ന് ഓടി വരുമ്പോൾ ജമ്മിലൂനി എന്ന് പറയുന്നത് വ്യാകുലന ചിത്തനായിട്ട് ഓടി വരുന്നത്. ആ സമയത്താണ് ഖദീജ ബീവി പറയുന്നത്, പേടിക്കേണ്ടതില്ല, നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യനാണ്, കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവനാണ്, സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യം ചെയ്ത വ്യക്തിയാണ്, നിങ്ങളെ കൂടെ അള്ളാഹു ഉണ്ടാകുമെന്നുള്ള കരുത്തുണ്ടല്ലോ, അത് കൊടുത്തിരിക്കുന്നത് ആരാണ്? ഖദീജ ബീവിയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിന് സന്തോഷവാനാകുമ്പോൾ നീ ദുഃഖിതയാകരുത്. പുരുഷൻ സന്തോഷിക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുക, അദ്ദേഹം സന്തോഷിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തിൽ, അദ്ദേഹം ദുഃഖിക്കുമ്പോൾ നമ്മൾ സന്തോഷപ്പെട്ടിരിക്കുന്ന ഒരു വ്യവസ്ഥ കുടുംബജീവിതത്തിൽ കാണാൻ പാടുള്ളതല്ല. അതുകൊണ്ട് രണ്ടാമത്തേത്, അദ്ദേഹത്തിന് സ്വാസ്ഥ്യം സൃഷ്ടിക്കുമെന്ന് നീ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത്, ജനങ്ങളിൽ അദ്ദേഹത്തെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആള് നീ ആയിട്ട് മാറുക എന്നുള്ളതാണ്. 9, നിന്റെ ഇഷ്ടത്തെക്കാൾ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് പ്രാധാന്യം കൊടുക്കുക, നിന്റെ ആഗ്രഹത്തെക്കാൾ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇത് 10 നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കുക അപ്പം ഞങ്ങൾക്കൊന്നും ഇല്ലേ എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ ഇരുന്നൊന്ന് ആലോചിച്ചുകൊണ്ട് ഇതുപോലെ കുടുംബജീവിതത്തിൽ ഏറ്റവും ലളിതമായി ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറാൻ പഠിച്ചു കഴിഞ്ഞാൽ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് പുരുഷൻ അവൻ്റെ മുഴുവൻ സമയവും സന്ദർഭവും ആർക്ക് നൽകുമെന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്ന അർ-റിജാൽ ഖവ്വാമൂന അലൻ നിസാഹ് എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഉപ്പ 18 വയസ്സുവരെ എന്നെ വളർത്തി വലുതാക്കിയെങ്കിൽ എൻ്റെ ഉപ്പ എൻ്റെ ജീവിതത്തിന് ആവശ്യമായ ഭക്ഷണം എനിക്ക് നൽകിയിട്ടുണ്ട്, വസ്ത്രം എനിക്ക് നൽകിയിട്ടുണ്ട്, എനിക്ക് ജീവിക്കാൻ ആവശ്യമായ സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് മുഴുവൻ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആ സപ്പോർട്ടുകൾ മുഴുവൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ന ആളുടെ മകളെ ഇത്ര മഹർ നിശ്ചയിച്ചുകൊണ്ട് ഇത്ര വലിയ കരാറിൻ്റെ പേരിൽ ഏറ്റെടുത്ത് ആ ജീവിത രീതി അനുസരിച്ച് കൊണ്ടുപോകാമെന്ന് പ്രതിജ്ഞ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വലിയ കുടുംബജീവിത സംവിധാനമാണ് ആര് പഠിപ്പിക്കുന്നത്? ഇസ്ലാം കുടുംബജീവിതത്തിനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് ആദ്യമായി ആമുഖമായും അവസാനമായും എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്നും ചില്ലറക്കാരല്ല എന്നുള്ള ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമ്മളൊക്കെ തൊട്ടിലിയാട്ടുന്ന കൈകളാ രാജ്യം ഭരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും മടിത്തട്ടിലാണ് ആൺകുട്ടിയും പെൺകുട്ടിയും ജനിച്ചു വീഴുന്നത്. നേരത്തെ ഉദ്ഘാടക പ്രഭാഷക സൂചിപ്പിച്ചതുപോലെ ഈ ജനറൽ ന്യൂട്രാലിറ്റിയും ജനറൽ പൊളിറ്റിക്സും ഒക്കെ ചർച്ചയായി കൊണ്ടിരിക്കുന്ന നവലിബറലിസത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും വളർത്തിക്കൊണ്ടിരിക്കുന്ന ആൺകുട്ടി പെൺകുട്ടി വിവേചനത്തിൻ്റെ പാഠങ്ങൾ ഇന്ന് സ്കൂളുകളിലെ 1ാം ക്ലാസ്സിലെ പാഠഭാഗം മുതൽ പഠിച്ചു തുടങ്ങിയാണ്. കാരണം കുട്ടികൾ പഠിച്ച് +2 എത്തി. ഇന്ന് NSSൻ്റെ ക്യാമ്പിൽ പോലും സമദർശനം കൈകാര്യം ചെയ്യുന്ന ആനുകാലിക സംഭവ വികാസങ്ങളോട് ചേർത്ത് നിർത്തി ആലോചിക്കുമ്പോൾ അറിയുക, 13 വയസ്സായ പെൺകുട്ടി വീട്ടിലുണ്ടോ, 15 വയസ്സായ ആൺകുട്ടി വീട്ടിലുണ്ടോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രങ്ങൾ കഴുകിപ്പിക്കാൻ, അതുപോലെ തന്നെ വേഷങ്ങൾ, അവരുടെ വസ്ത്രങ്ങൾ അടുക്കിപ്പെറുക്കി വെക്കാൻ, ഇത് പ്രവാചക ജീവിതത്തിൻ്റെ മാതൃകയായി നമ്മൾ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. 15 വയസ്സായ കുട്ടി അവൻ ഭക്ഷണം കഴിച്ച് മേശപ്പുറത്തിട്ട് പോകുമ്പം 13 വയസ്സായ പെൺകുട്ടിയും ഭക്ഷണം മേശപ്പുറത്ത് വെച്ച് പ്ലേറ്റ് വെച്ച് പോകുമ്പോൾ ഞാനാകുന്ന ഉമ്മ അറിയാതെ വിളിക്കുന്ന ഒരു പേരുണ്ട്, മോളെ ഇവിടെ വാ, തിരിച്ചു വാ എന്നുള്ളത് നമ്മൾ അറിയണം. 15 വയസ്സായ എൻ്റെ മോൾ ചോദിക്കുന്ന ഒരു 13 വയസ്സായ എൻ്റെ മോള് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്, ഇതെന്താ അവന് ബാധകമല്ലേ എന്നുള്ളത്. അതുകൊണ്ട് ഉമ്മമാരെ ആവുന്ന കാര്യങ്ങൾ, ചെയ്യാവുന്ന കാര്യങ്ങൾ, പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ ജന്മം എന്ന് പറയുന്നത് സോപ്പുകട്ട പോലെയാണ് ജീവിതം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ വെളുപ്പിച്ചും പതപ്പിച്ചും മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ ജീവിതത്തിലെ സ്വന്തം കാലഘട്ടത്തിലെല്ലാം തേഞ്ഞു മാറുമ്പോൾ ചില സ്ത്രീകൾ പറയുന്നൊരു വാക്കുണ്ട്, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. അല്ലെങ്കിൽ ചിലപ്പം പറയുന്നൊരു വാക്കുണ്ട്, എന്നാ ഈ അടുക്കളയിലെ പണി കഴിയുക എന്നുള്ളതാണ്. ഇതിനൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കാരണക്കാരായിട്ട് വർത്തിക്കുന്നത് സ്ത്രീകളായ നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിനെ എങ്ങനെയാണ് ഇസ്ലാമികപരമായിട്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആയിഷ ബിബിയോടൊത്ത് അടുക്കളയിലുണ്ടായിരുന്നു. ഇതുപോലെ മന്തി ഉണ്ടാക്കാനോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റ് വിഭവങ്ങൾ ബ്രോസ്റ്റ് ഉണ്ടാക്കാനോ അല്ല. അവരുണ്ടാക്കിയിരുന്ന മുന്തിയ കൂട്ടാൻ എന്ന് പറഞ്ഞത് ഉണക്ക റൊട്ടിയായിരുന്നു. അത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകർ ആ സമയത്ത് നമസ്കാര സമയമായ പോകുകയും
അതിനുശേഷം ഭാര്യയോടൊത്ത് ശയിക്കുകയും ചെയ്യുന്ന പ്രവാചകന്റെ ജീവിത രീതിയാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു നല്ല സംവിധാനം, കുടുംബ സംവിധാനം പഠിപ്പിച്ചവരെന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്താ ആലോചിക്കുക? ഒരു ജനറൽ ന്യൂട്രാലിറ്റിയെയും ജനറൽ പൊളിറ്റിക്സിനെയും പ്രതിരോധിക്കാൻ പറ്റുന്ന സംവിധാനം നമ്മുടെ കുടുംബ സംവിധാനത്തിലേക്ക് വരുത്തേണ്ടത് എന്നുള്ള പാഠം കൂടി നമ്മൾ കുടുംബ ജീവിതത്തിലേക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി ഇസ്ലാമിക വിവാഹ ജീവിതം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. വരൻ, വധു, മഹർ, ഈജാബ്, കബൂല്, ഇത് ഒരു പ്രാർത്ഥന. ഇത് കഴിഞ്ഞാൽ ഇസ്ലാമിലെ വിവാഹം കഴിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഇവിടെ ഒരു വിവാഹിന്റെ കുത്തുബയും കൂടി കഴിയുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിക വിവാഹം ആയി എന്നുള്ളതാണ്. ഇങ്ങനെ വിവാഹം ചെയ്ത് ഒരു പെൺകുട്ടിയെ ഏറ്റെടുക്കുമ്പം 18 വയസ്സ് കഴിഞ്ഞ, അല്ലെങ്കിൽ 21, 25 വയസ്സ് കഴിഞ്ഞ, കാരണം ഇന്ന് 18 വയസ്സിൽ വിവാഹം നടക്കുന്നില്ല. പൊതുവെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് 25, 26 വയസ്സ് കഴിഞ്ഞ്, അതും കഴിഞ്ഞ് ഇന്ന് ന്യൂജൻ മക്കൾ പറയുന്നത് ഒറ്റക്കാലിൽ നിൽക്കാൻ പ്രാപ്തമായി കഴിഞ്ഞാൽ കുടുംബജീവിതം വേണമോ എന്ന് ആലോചിക്കേണ്ട പുതിയൊരു കാലഘട്ടത്തിലാണ് ഇന്ന് യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ ഇവിടെ ഇരുന്ന് ആലോചിച്ചാൽ മതി. ഈ ഒരു മഹലിലെ ഏകദേശം കുടുംബങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ എത്ര കുട്ടികളാണ് വിവാഹമോചനം ചെയ്ത് സ്വന്തം വീട്ടിൻ്റെ അകത്തേക്ക് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഡൈവോഴ്സിന്റെ റേറ്റ് കാണുന്നത്, ഏറ്റവും വലിയ ഡൈവോഴ്സിന്റെ വിവാഹമോചനത്തിന്റെ റേറ്റ് കാണുന്നത് ആദ്യത്തെ 2 വർഷത്തിനിടയിലാണ്. വിവാഹം കഴിഞ്ഞ ഉടനെ വിവാഹമോചനം ചെയ്യുന്നവരുടെ എണ്ണം ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലെ സംഭവ വികാസത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആവശ്യം സുരക്ഷിതത്വ ബോധമാണ്. നമ്മൾ വെറുതെ ഇരുന്നെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 18 വയസ്സായ പെൺകുട്ടിയെ വേരെടുത്ത് പിഴുതെടുത്ത് മറ്റൊരു വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പം ആ പെൺകുട്ടിക്ക് കിട്ടേണ്ട ചില സംരക്ഷണങ്ങളുണ്ട്. ആ പെൺകുട്ടിക്ക് കിട്ടേണ്ട വളക്കൂറുള്ള മണ്ണ് വേണം. ആ പെൺകുട്ടിയെ പരിഗണിക്കണം, ആ പെൺകുട്ടിയെ പ്രോത്സാഹിപ്പിക്കണം. അവളുടെ വേര് അടരാതെ വീണ്ടും അതേപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംവിധാനം കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന വിധത്തിലുള്ള ചിന്ത കൊടുക്കേണ്ടത് ആരാണ്? ആ വീട്ടിലെ അമ്മായിയമ്മ എന്ന പേര് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും നിങ്ങൾ ഉമ്മ എന്ന് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അമ്മായി അമ്മ എന്നല്ല വിളിക്കേണ്ടത്. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മതം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഭാഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ അമ്മായി അമ്മ എന്ന് പറയാം. അപ്പൊ ഈ അമ്മായി അമ്മ എന്ന് പറയുന്ന വ്യക്തികൾ വെറുതെ ഇരുന്ന് ആലോചിച്ച് നോക്കൂ. പുതുക്കം വരുന്ന ദിനത്തില് പുതുക്കം ഇങ്ങനെ കയറി വരുമ്പോ അവിടെ വഴിയിൽ നിർത്തും വണ്ടി. എന്നിട്ട് പറയും, ഇവിടെ നിൽക്കുന്ന കുടുംബക്കാരോടൊക്കെ പറയും, ഇതേ മോനും മരുമോളും വരുന്നുണ്ട് കേട്ടോ, ഇനി ഒന്ന് പോയിട്ട് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവരണം. അല്ലേ? നമ്മളൊക്കെ ഈ ഒരു രംഗം അനുഭവിച്ചവരും അല്ലേ, ആസ്വദിച്ചവരുമാണ്. ഇങ്ങനെ കൈകൂട്ടി മരുമകളെ കൊണ്ടുവരുന്ന എത്ര ഉമ്മമാരാണ്, എത്ര മരുമകളാണ് ശേഷം മരുമകളെ കൈ പിടിച്ചിട്ടുണ്ടാവുക? എത്ര പേര് കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും പിന്നീട് ശേഷം? പിന്നെ ആ ഒരു സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു സുരക്ഷിതത്വ ബോധമാണ്. നല്ല പ്രതീക്ഷ വെച്ചിട്ടാണ് മരുമക്കളായ നമ്മൾ ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നേരത്തെ നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിത്രം ഉണ്ടായിരിക്കും. അമ്മായി അമ്മ, മരുമകൾ, നാത്തൂൻ പോരി എന്നുള്ള സീരിയലുകളിൽ എങ്ങനെയാണ് നാത്തൂമാരെ കൈകാര്യം ചെയ്യുക, എങ്ങനെയാണ് മരുമകളെ കൈകാര്യം ചെയ്യുക, എങ്ങനെയാണ് നല്ല മരുമകളാകുക, എങ്ങനെയാണ് ഈ രീതിയിലത്തേക്കുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അറിയേണ്ടത് നന്മ പ്രതീക്ഷിച്ച് മാത്രം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറി വരിക. നമ്മൾ ആലോചിക്കേണ്ട ആ ഉമ്മയെ കുറിച്ചാണ്. കാരണം അതുകൊണ്ടാണ് വസ്സൈനൽ ഇൻസാന എന്നുള്ള സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് ഞാൻ ഓതിയത്. 2 വയസ്സുവരെ ഭർത്താവ് ഉമ്മന്റെ മുലപ്പാൽ കുടിച്ച വ്യക്തിയാണ്. അത്ര കാലം വഹിനന്നല വഹിനിൻ വഫിസാലും ഫി ആമൈനി, 2 വർഷക്കാലം ഉമ്മ ഗർഭം ധരിക്കുന്ന ഏറ്റവും വലിയ കാലഘട്ടം എന്ന് പറഞ്ഞത് ഉമ്മക്ക് ഛർദി ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ 2 വർഷക്കാലം യഥാർത്ഥത്തിൽ വളർത്തിയിരുന്ന വയസ്സ് വരെ, 2 വർഷത്തിൽ മുല കുടിക്കുന്ന പ്രായം വരെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഭർത്താവിൻ്റെ ഉമ്മ അദ്ദേഹത്തിനെ പോറ്റാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. തിരിച്ച് നിങ്ങളാകുന്ന വ്യക്തികളും നിങ്ങളുടെ ഉമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്ന് ഉമ്മയുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിഞ്ഞു വളർന്നവർ തന്നെയാണ്. അതുകൊണ്ട് 2 പേർക്കും ബാപ്പയെയോ ഉമ്മയെയോ ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അതുകൊണ്ടാണ് വിവാഹ ജീവിതത്തിന് ശേഷം നമ്മൾ ആലോചിക്കേണ്ടത് 2 മാതാവുണ്ട്, 2 പിതാവുണ്ട് എന്നുള്ളത്. എത്ര ആളുണ്ട് എന്നല്ല, ഈ 2 മാതാവിൻ്റെയും 2 പിതാവിൻ്റെയും പരിചരണത്തിലായിരിക്കണം നമ്മൾ ജീവിതം വളർന്നു മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്.
സാധിക്കേണ്ടത് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഉമ്മയെ സ്വന്തം ഉമ്മയെ പോലെയായി കാണുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്കൊക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, അമ്മായി അമ്മ ഒരിക്കലും ശരിയാവില്ല, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, കുറേ പ്രശ്നങ്ങളുള്ള ആളാണ് അമ്മായി അമ്മ എന്നൊക്കെ പ്രതിഷേധിക്കുന്ന രീതിയിലേക്കുള്ള സംസാരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ അറിയുക, അമ്മായി അമ്മയെ നന്നാക്കാൻ ഒരിക്കലും സാധ്യമാവില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ബോധ്യം ഉണ്ടായിരിക്കണം. അത് അമ്മായി അമ്മൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം, ഉമ്മൻ്റെ ഉള്ളിനുള്ളിലുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ മരുമകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഞാൻ എൻ്റെ മരുമകളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് ഇടപഴകേണ്ടത് എന്നുള്ള മാറ്റം വരുത്തണം എന്നുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ടല്ലോ, സ്വയം മാറ്റത്തിന് വിധേയമാകാത്ത ഒരാളെയും മാറ്റത്തിന് വിധേയമാകാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോ കുറിപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് നിർത്താം. ഇത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ. അപ്പോൾ സുരക്ഷിതത്വ ബോധം നൽകണം. അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അമ്മായി അമ്മയോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മളൊക്കെ പഠിച്ച ആൾക്കാർ ഇപ്പം പറഞ്ഞല്ലോ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞല്ലോ. ഈ ഗ്യാപ്പ് അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ യഥാർത്ഥത്തിൽ പിന്നെ ഉമ്മയോട് സംസാരിക്കുന്ന ഭവ്യതയോടുകൂടി, ഉമ്മക്ക് നമ്മളോട് ദേഷ്യം പിടിക്കാമെങ്കിൽ, നമ്മളമ്മയോട് കയർത്ത് സംസാരിക്കാമെങ്കിൽ, നമ്മുടെ അമ്മായിയമ്മ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് താന്നാ മതി, കുറച്ച് താന്നാ മതി, സംസാരിക്കട്ടെ. കാരണം അവരവരുടെ മകളെ വളർത്തിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാകുക. അതുകൊണ്ട് യോഗ്യതകളും മറ്റുള്ള സംഗതികളും വെച്ചിട്ട് ക്രൂരമായിട്ട് അവരോട് സംസാരിക്കുന്ന രീതികൾ, ഇപ്പോൾ നമ്മൾ പറയും പാവം ചില ഉമ്മമാർക്ക് ഷുഗർ എന്താന്നോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക സാൾട്ട് എന്താന്നോ മനസ്സിലാവില്ല. മരുമകൾ പറയും ഉമ്മ സാൾട്ടിൻ്റെ ഭരണി കാണാനില്ല. അപ്പോൾ സാൾട്ടിൻ്റെ ടിന്നേടം ചോദിക്കും, ഉമ്മ ഇങ്ങനെ തരും, ഇതെന്താ? നമ്മൾ നമ്മുടെ ഭാഷകളുടെ പ്രയോഗങ്ങളിലൊക്കെ സൂക്ഷ്മത കാണിക്കുക എന്നുള്ളതാണ്. അതുപോലെ നവവധുവിൻ്റെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. എന്താ നവവധുവിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആൾക്കാർ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ, അവരുടെ പിന്നെ മരുമകൾ കയറി വന്നാൽ ഇനി എനിക്ക് വിശ്രമായി, അടിച്ചു വാരാൻ, തുടക്കാൻ, വൃത്തിയാക്കാൻ, പാത്രം കഴുകാനുള്ള ഒരാൾ വീട്ടിലേക്ക് കയറി വരുന്നത് എന്നുള്ള ചിന്തയാണ്. 40 വയസ്സാകുമ്പോൾ ചില അമ്മായിമാർ വിചാരിക്കുന്നത് എന്താ പറയുക, വയസ്സായി. പെണ്ണുങ്ങൾക്ക് ഭയങ്കര രസമാണ് പറയുന്നത് കേൾക്കാൻ. ഈ മനസ്സ് ചെറുതാക്കുന്ന ആൾക്കാരാണ് നമ്മൾ. വയസ്സാകാതെ തന്നെ വയസ്സായി 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 എന്ന് പറയും. അപ്പം തന്നെ മനസ്സ് ചെറുതായി തുടങ്ങുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മരുമകൾ കയറി വന്നാൽ ഇസ്ലാമിലെ ഒരു ഹദീസ് ഉണ്ട്, 10 ദിവസം മരുമകളെ പണിയെടുപ്പിക്കണ്ട എന്നുള്ളത്. ചെയ്യോ? ആദ്യം തന്നെ വരുമ്പോൾ ഓള് രാവിലെ വന്നിട്ട് ഇങ്ങനെ ആക്കി തന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ മരുമക്കളോട് പറയാനുള്ളത് അതൊരു ഹദീസാണ് എങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് വളർന്നതിനേക്കാൾ അധികം ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം ഭർത്താവിൻ്റെ വീട്ടിലും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പല ഉമ്മമാർ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. എന്താ അവരുടെ കഷ്ടത എന്നറിയോ? അതായത് അവർ രാവിലെ എണീച്ച് ഉത്തരവാദിത്വ ബോധം ചെയ്യുന്നതിൽ മാറി നിൽക്കുക. അപ്പോൾ ഒരു കൂടിയാലോചന, ഞാൻ ആ പോയിന്റുകൾ മാത്രം പറയുക. കുടുംബത്തിൽ അമ്മായി അമ്മ മരുമകൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് കൂടിയാലോചന നിർബന്ധമാണ് എന്നുള്ളതാ. എന്തുണ്ടാക്കണം, എന്ത് ചെലവഴിക്കണം, എങ്ങനെ പോകണം എന്നുള്ളൊരു കൂടിയാലോചന. 2, ഇടയ്ക്കൊക്കെ അമ്മായിയമ്മനെ സോപ്പിടാൻ ചില സമ്മാനങ്ങൾ, ചില സാരി, പർദ്ദ, മിഠായി അല്ലെങ്കിൽ ചില ബിരിയാണിയൊക്കെ വെച്ചു കൊടുത്തിട്ട് അവരൊന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫോൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഫോൺ കൊണ്ടുപോയി സ്വകാര്യമായിട്ട് ഫോൺ ചെയ്യാൻ നിൽക്കേണ്ട. അമ്മായിയമ്മ പിന്നാലെ വന്നിട്ട് ചോദിക്കും ആർക്കാ ഈ ഫോൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വിധത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകേണ്ടതില്ല. രഹസ്യമല്ല, പരസ്യമായി തന്നെ ചെയ്തോളൂ. കാരണം ഈ അടുത്ത് നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിലൊരു ഉമ്മ പറയുന്ന ഒരു വാക്കാ, എൻ്റെ മരുമകൾ എന്നോട് മാറി നിന്നിട്ട് സംസാരിക്കും, എനിക്ക് അവളുടെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. മരുമകൾ ആവും വിധം പറയുന്നുണ്ട്, എനിക്കൊരു സംശയമില്ല, ഞാൻ എൻ്റെ ആങ്ങളമാരോടാണ് സംസാരിക്കുന്നത്. അപ്പം ഉമ്മ ചോദിക്കുന്നത് എന്തിനാ അവൾ ആങ്ങളമാരോട് സംസാരിക്കാൻ ബെഡ്റൂമിൻ്റെ രഹസ്യ മൂലയ്ക്ക് അടച്ചിട്ട് പോകുന്നത് എന്തിനാന്നുള്ളതാണ്. അപ്പോൾ ഫോൺ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മൂത്ത മരുമകൾ എന്നുള്ള രീതിയിലത്തേക്ക് ഇളച്ചിങ്ങളും മൂത്തച്ചിമാരും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ കാര്യത്തിലുള്ള ശ്രദ്ധകൾ ഉണ്ടായിരിക്കുക. ഉദ്യോഗ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ, ജോലിക്ക് പോകുന്ന ആൾക്കാരാകുമ്പോൾ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ അമ്മായിയമ്മനെ ഏൽപ്പിച്ചിട്ട് പോകണ്ട. ഇന്ന് ചില ആൾക്കാർക്കൊക്കെ ഇഷ്ടം എന്താണെന്നറിയോ, പ്രസവിക്കുന്നതൊക്കെ നേരെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡേ കെയറിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. കുഞ്ഞിനെ വേറൊരാളെ കയ്യിൽ ഡേ കെയറിൽ ഏൽപ്പിച്ച് പോകുന്ന വലിയ ഉത്തരവാദിത്തമൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഔദ്യോഗികമായ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ആലോചിക്കുക നമ്മളൊരു ഉമ്മയാണ്, കുടുംബത്തിൻ്റെ സ്നേഹനിധിയാണ് എന്നുള്ളത്. അതുകൊണ്ട് അമിത ഭരണം നടത്തിയിട്ട് രാജാക്കന്മാരാകുന്ന ഞാനാണ് ഈ രാജ്യത്തിലെ ഈ വീട്ടിലെ വലിയൊരാൾ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം കൊടും ക്രൂരത ചെയ്യുന്ന ആൾക്കാരായി നിങ്ങൾ മാറരുത് എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട്, ആരാണ് ഒരു ഉമ്മ എന്ന് ചോദിക്കുമ്പോൾ, ആരാണ് ഒരു സ്ത്രീ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ മാത്രം പറയുക, നല്ലൊരു നേഴ്സാണ്,
നല്ലൊരു കൗൺസിലറാണ്, നല്ലൊരു കംഫർട്ടറാണ്, നല്ലൊരു ടീച്ചറാണ്. ഒരു ഒഴിവും വിശ്രമമില്ലാത്ത വിളമ്പുകാരിയായി ഭക്ഷണം പാചകം ചെയ്ത് കുടുംബത്തിനെ മേലെ ഉയർത്തി കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ ഉന്നതലങ്ങളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുന്ന ഏറ്റവും നല്ല കരുത്തുള്ള ഒരു കൈയാണ് സ്ത്രീകളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിശ്രമം നമ്മുടെ ജീവിതത്തിലില്ല, ഒരു ഡേ ഡ്യൂട്ടി അവധി നമുക്കില്ല, ഒരു നൈറ്റ് ഓഫ് നമുക്കില്ല. നമ്മൾ മരിക്കുമ്പോൾ എല്ലാവരും പറയും ഉമ്മയില്ലാത്ത വീടുണ്ടല്ലോ, ഞാൻ സ്ത്രീ ഇല്ലാത്ത വീടുണ്ടല്ലോ, അത് വല്ലാത്തൊരു വീടാണ് എന്നുള്ളത്. അതുകൊണ്ട് മക്കൾക്കിടയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉമ്മയുടെ നല്ല ഭർത്താവിൻ്റെ നല്ല ഭാര്യയാവുക, മക്കളുടെ നല്ല ഉമ്മയാകുക, സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഏറ്റവും നല്ല ഒരു കുടുംബിനിയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിവിടെ ക്ഷണിച്ച ക്ഷണത്തിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ അവസരത്തിന് എല്ലാവിധ കൃതജ്ഞതയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.